യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് പിശാചിൻ്റെ ആഡംബരങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്നും നാം പറയാറുള്ളതാണ്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന്. ഇതുപോലെ തന്നെ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പിശാചിനും നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു, അതുപോലെ തന്നെ സേറ്റൻ ഹാസ് എ പ്ലാൻ ഫോർ യു. പിശാച് എന്നും നൂതനമായ പദ്ധതികളുമായിട്ടാണ് മനുഷ്യകുലത്തെ നശിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. സൃഷ്ടിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 4-5 തിരുവചനങ്ങൾ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നീ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വാങ്ങി ഭക്ഷിച്ചാൽ ഈ പഴം നീ തിന്നുന്ന ദിവസം നിന്റെ കണ്ണ് തുറക്കുകയും നീ ദൈവത്തെപ്പോലെ ആവുകയും ചെയ്യും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവ നിയമത്തിനെതിരെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്നാമതായി, പിശാച് ഒരു നുണ പറയുന്നു. പിശാച് പറയുന്ന നുണ ഇതാണ്: നിങ്ങൾ ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ എന്നും ജീവിക്കും. എന്നാൽ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ന് ജീവൻ്റെ ഈ പഴം വാങ്ങി ഭക്ഷിക്കുന്നുവോ, പറിച്ചു ഭക്ഷിക്കുന്നുവോ, അപ്പോൾ നിങ്ങൾ മരിക്കുമെന്ന്. എന്നാൽ പിശാച് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത് പറിച്ച് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിരഞ്ജീവികളായിട്ട് മുന്നോട്ട് പോകും, നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല. രണ്ടാമതായി പിശാച് ചെയ്യുന്ന കാര്യം, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾ ദൈവത്തെ പോലെയാകും. തെറ്റായ ഒരു സെൽഫ് നോളജ്, തെറ്റായ ഒരു സ്വയം ബോധം മനുഷ്യന് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നാമതായി പിശാച് ചെയ്യുന്ന കാര്യം നമുക്ക് ആദ്യം ചിന്തിക്കാം. അവൻ നുണയനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 43-ാമത്തെ തിരുവചനം പറയുന്നത്, പിശാച് അവൻ നുണയനാണ്, നുണകളുടെ പിതാവുമാണ്. ഓരോ കാലത്തിലും ഓരോ സമയത്തും പിശാച് പുതിയ നുണകളുമായിട്ടാണ് മനുഷ്യകുലത്തെ നശിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അന്ന് സ്ത്രീയോട് ഇത് ഭക്ഷിച്ചാൽ മരിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കാലയളവിൽ, ഈ ആധുനിക കാലയളവിൽ പിശാച് പറയുന്ന പ്രധാനപ്പെട്ട നുണ ഇതാണ്: നിങ്ങൾ എന്നെ ആരാധിക്കണം, നിങ്ങൾ എന്നെ ആരാധിക്കണം. നമുക്കറിയാം, തിന്മയിലേക്ക് പോകുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തെക്കാൾ ഉപരി പിശാചിനെയാണ് ആരാധിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ കാലയളവിൽ പിശാചിനെ വളരെ വിസിബിളായി, വളരെ കാണാൻ തക്ക വിധത്തിൽ ആരാധിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാം. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് സാത്താൻ സേവകരുടെ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും, എന്തിന് മലയാളി കേരളത്തിൽ പോലും പിശാചിനെ വളരെ വിസിബിളായി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന സ്ഥലത്ത്, പള്ളിയിൽ ആരാധിക്കുന്നത് പോലെ തന്നെ ദൈവത്തെയാണ് അവിടെ ആരാധിക്കുന്നതെങ്കിൽ പിശാചിൻ്റെ പള്ളി ഉണ്ടാക്കി ആരാധിക്കുന്നു. പിശാച് പറയുന്ന നുണ ഇതാണ്: നിങ്ങൾ എന്നെ ആരാധിച്ചാൽ ദൈവം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായ കാര്യങ്ങൾ ഞാൻ തരാം. നിങ്ങൾ ജീവിക്കും, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും, നിങ്ങൾക്ക് വലിയ അറിവ് കിട്ടും, നിങ്ങൾ ഉന്നത സ്ഥാനീയരാകും. ഇങ്ങനെ തുടങ്ങി പിശാചിനെ ആരാധിക്കുമ്പോൾ കിട്ടാവുന്ന പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പിശാച് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഏതാനും നാളുകൾക്ക് മുമ്പ് അമേരിക്കയിൽ വളരെയേറെ കുപ്രസിദ്ധനായ ഒരു സേറ്റാനിക് വർഷിപ്പുകാരൻ, പിശാചിനെ ആരാധിക്കുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ പേര് സക്കറി കിങ് എന്നാണ്. അദ്ദേഹത്തെ സൺഡേ ശാലോമിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇടവന്നു. സക്കറി കിങ് ഏതാനും നീണ്ട വർഷങ്ങളോളം പിശാചിനെ ആരാധിക്കുന്നവരുടെ നേതാവായി മുന്നോട്ട് പോവുകയാണ്. ആദ്യം ഒരു 14 വയസ്സുകാരനായിരുന്നപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞു, നീ ദൈവത്തെക്കാൾ ഉപരി, കർത്താവിനേക്കാൾ ഉപരി പിശാചിൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. പിശാചിൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച കിട്ടും. ഈ ഉയർച്ച കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പതുക്കെ യേശു നാമത്തെ മാറ്റിവെച്ചുകൊണ്ട് സേറ്റൻ്റെ നാമത്തെ, പിശാചിൻ്റെ നാമത്തെ പറയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പിശാചിൻ്റെ നാമത്തിന് ആരാധനകൾ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണ്? പെട്ടെന്ന് അവൻ്റെ
പഠനത്തിൽ പ്രത്യേകിച്ചും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന് വലിയ മാർക്ക് കിട്ടുന്നതായിട്ട് അവന് മനസ്സിലായി. അപ്പോൾ അവൻ തോന്നി, തീർച്ചയായിട്ടും പിശാചിൻ്റെ സേവയാണ് ദൈവസേവയേക്കാളും ദൈവ ആരാധനയേക്കാളും നല്ലത്. സഹോദരങ്ങളെ, ഇതിനു ശേഷം ഇവൻ പിശാചിനെ ആരാധിക്കുന്നവരുടെ ഇടയിലേക്ക് പോയി. അവൻ കാണുന്നത് ഇങ്ങനെയാണ്: ദിവ്യകാരുണ്യം വീട്ടിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇതാ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച്, പിശാചിനെ ആരാധിക്കുന്ന പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച്, ഒട്ടേറെ സേറ്റാനിക് ആരാധകരും അവരുടെ പുരോഹിതരും ചേർന്ന് വളരെയധികം പഴിവാകുകൾ പറഞ്ഞ് ദൈവനാമത്തെ ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇവനും ഇതുപോലെ ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം ഇവന് ഭയമുണ്ടായി. കാരണം ഭയം വമിക്കുന്ന വിധത്തിലുള്ള മുഖഭാവമുള്ള ചിത്രങ്ങൾ അവൻ കണ്ടു. വളരെയധികം രക്തം അവിടെ അവൻ കണ്ട്. ഒരിക്കലും അവന് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പല ചെയ്തികൾ അവൻ കണ്ടു. വളരെ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട്, ഒരു ടീനേജർ ആയതുകൊണ്ട് ആദ്യം അവന് വലിയ വെറുപ്പുണ്ടായി. പക്ഷെ പതുക്കെ ഇവന് ഇതിനോട് ആരാധന തോന്നി. അവൻ്റെ പഠനം അവസാനിപ്പിച്ചു. ഇതാ അവൻ അവരോട് കൂട്ടത്തിൽ ചേരാനായിട്ട് തുടങ്ങി. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവൻ അവരുടെ പുരോഹിതനായി. പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനയായി സക്കറി പറഞ്ഞത് ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങളുടെ, പ്രത്യേകിച്ചും ഗർഭസ്ഥ ശിശുക്കളുടെ രക്തമാണ്. അപ്പോൾ ഗർഭസ്ഥ ശിശുക്കൾ, പ്രത്യേകിച്ചും യുവാക്കൾ, വിവാഹത്തിന് മുമ്പേ മോശപ്പെട്ട ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ, അവർ ഭ്രൂണഹത്യയ്ക്ക്, അബോഷനായി ചെല്ലുന്നത് പലപ്പോഴും ഈ സേറ്റാനിക് വർഷിപ്പുകാരൻ്റെ ഈ പള്ളിയിലാണ്. ഈ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ തന്നെ മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്. അവരുടെ സഹായത്തോടു കൂടി കുഞ്ഞിനെ കൊന്നുകളയുന്നു. ഇതിൻ്റെ രക്തമാണ് പിശാചിന് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. ഇവൻ പതുക്കെ ഇത് ചെയ്ത് ഇദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എങ്ങനെയാണ്: ഏതാണ്ട് 200-ലധികം ഇത്തരം കാര്യങ്ങൾക്ക് ഇദ്ദേഹം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, പിശാച് ആദ്യകാലം മുതലേ നുണയനാണ്. അവൻ നുണയുടെ പിതാവുമാണ്. ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും ക്രിസ്തീയ വിശ്വാസത്തെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയും ഈ സേറ്റാനിക് വർഷിപ്പുകാർ നടത്തുന്ന ഒട്ടേറെ ചെയ്തികളുണ്ട്. അതിൽ ഏറ്റവും റീസെൻ്റായിട്ടുള്ള 1-2 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, 2014 ആണ്ടിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റിയായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പറ്റം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ തീരുമാനിക്കുകയാണ്, ഇതാ അവരുടെ കോളേജിൻ്റെ പബ്ലിക് സ്പേസിൽ കൾച്ചറൽ സെലിബ്രേഷൻ്റെ ഭാഗമായി പള്ളിയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ദിവ്യകാരുണ്യം വെച്ചുകൊണ്ട് കുട്ടികൾ അവർക്ക് തോന്നുന്ന വിധത്തിൽ ബിഹേവ് ചെയ്യുന്നു. അങ്ങനെ ദിവ്യകാരുണ്യ യേശുവിനെ, അവൻ്റെ നാമത്തെയും എല്ലാ വിധത്തിലും നശിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒട്ടേറെ വിശ്വാസികൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു, ഇതിവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരുന്നതാണ് ദിവ്യകാരുണ്യം, അത് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഞങ്ങളുടെ ദൈവം പിശാചാണ്. പിശാച് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവനെ ആരാധിച്ചാൽ എല്ലാം കിട്ടുമെന്നാണ്. അവരിത് പോയി. സഹോദരങ്ങൾ, ഇതിനു വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെയുള്ള പിതാക്കന്മാർ, ആരാധനാ മഠങ്ങളിലുള്ളവർ, ഒട്ടേറെ ആത്മായ ശുശ്രൂഷകരോട് ചേർന്ന് ദൈവത്തിനു മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, കർത്താവേ, ഒരിക്കലും ഇത് നടക്കരുത്. കാരണം ഈ ഭൂമിയുടെ മുഴുവൻ നിർണായകമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കർത്താവെ അവിടെ നിന്നാണ്. ഈ സംവിധാനം പിശാചിന് ആരാധന നടത്താൻ തുടങ്ങിയാൽ തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് കർത്താവെ, അങ്ങയുടെ മഹത്വം കടന്നു വരണം. ഈ കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, അവർ തീവ്രമായി ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്തോ ആ സംഭവം അന്ന് നടന്നില്ല. എന്നാൽ 2016 ആണ്ടിലേക്ക് അവർ പദ്ധതികൾ ഒരുക്കുകയായിരുന്നു. 2016 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അവർ കാര്യമായി പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നത് ഒക്കൽഹോമ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള ഒരു സിറ്റിയുടെ പബ്ലിക് സ്പേസിൽ ഇതുപോലുള്ള ഒരു സേറ്റാനിക് വർഷിപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദിവ്യകാരുണ്യ യേശുവിനെ ഇതുപോലെ തന്നെ ആരോ പള്ളിയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഒരു മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചതിൻ്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് നമുക്കറിയാം,
ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വർഗാരോപിതയായ മാതാവിൻ്റെ തിരുനാളാണ് കത്തോലിക്ക സഭയിൽ ലോകം മുഴുവനിലും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസംഷൻ ഓഫ് മേരിയാണ് ഓഗസ്റ്റ് 15-ന് സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവർ അന്ന് ആഘോഷിക്കുന്നത് കൺസംഷൻ ഓഫ് മേരിയാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അസംഷൻ ഓഫ് മേരി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത മറിയം. കൺസംഷൻ ഓഫ് മേരി എന്ന് പറഞ്ഞാൽ അമ്മ മറിയത്തെ തിന്നുക, അമ്മ മറിയത്തെ ഭക്ഷിക്കുക. ഇതാണ് പിശാചിനോടുള്ള ചെയ്തിയായി, ശുശ്രൂഷയായി അവർ ചെയ്യുന്നത്. അതിനുവേണ്ടി ക്രമങ്ങളെല്ലാം അവർ ഒരുക്കി കഴിഞ്ഞു. അമ്മ മറിയത്തിൻ്റെ മുമ്പിൽ ദിവ്യകാരുണ്യ യേശുവിനെ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് പന്നിയുടെ വേവിച്ച മാംസം അമ്മ മറിയത്തിൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ മാതാവിൻ്റെ രൂപമുണ്ടാക്കി ആ രൂപത്തിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് ഹൃദയഭാഗത്ത് കൊണ്ടുവന്ന് അവർ പന്നി മാംസം വയ്ക്കും. എന്നിട്ട് കുറേ ഗോഷ്ഠികൾ അവർ കാണും. സ്ത്രീകളുടെ മെൻസ്ട്രൽ ബ്ലഡ് പോലും അവിടെ ചൊരിഞ്ഞുകൊണ്ടാണ്, അവിടെ ഒഴിച്ചുകൊണ്ടാണ് സത്യത്തിൽ ദിവ്യകാരുണ്യ യേശുവിനെയും അമ്മ മറിയത്തെയും ഏറ്റവും അധികം ഇകഴ്ത്തി കാണിക്കുന്നത്. അവർ പറയുന്നത് എങ്ങനെയാണ്? പിശാചാണ് ലോകത്തിൻ്റെ ആധിപത്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അവൻ ആദ്യം മുതലേ, പുരാതന സർപ്പം ആദ്യം മുതലേ നുണയനാണ്, നുണയുടെ പിതാവുമാണ്. സഹോദരങ്ങളെ, ഇവൻ പറയുന്ന പ്രധാനപ്പെട്ട നുണ എങ്ങനെയാണ്? ട്രൂത്ത് ഈസ് ഇൻ ഡാർക്ക്നെസ് നോട്ട് ഇൻ ലൈറ്റ്. ഇപ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നുണ അതാണ്. സത്യം എന്ന് പറയുന്നത് അന്ധകാരത്തിലാണ്, പ്രകാശത്തിലല്ല. യേശുവാകട്ടെ ഞാനാണ് പ്രകാശമെന്ന് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമെന്ന് പറഞ്ഞു. പിശാച് പറയുന്നത് എങ്ങനെയാണ്? ട്രൂത്ത് ഈസ് ഇൻ ഡാർക്ക്നെസ് നോട്ട് ഇൻ ലൈറ്റ്. പ്രകാശത്തിലല്ല, അന്ധകാരത്തിലാണ് സത്യം. അതുകൊണ്ട് ഇവരാഗ്രഹിക്കുന്നത് ഭൂമിയിൽ അന്ധകാരം കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തയിടെ ഈ കർമ്മം നിർവഹിക്കുന്ന പുരോഹിതനായ ആഡം ഡാനിയേൽസ് എന്ന് പറയുന്ന പുരോഹിതനെ ഏതോ പത്രക്കാർ പോയി ഇൻ്റർവ്യൂ നടത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയധികം മോശപ്പെട്ട ഒരു ചെയ്തി, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ ഫെയ്ത്തിനും എതിരായൊരു ചെയ്തി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കർമ്മം താങ്കൾ നിർവഹിക്കുന്നത്? സഹോദരങ്ങൾ, അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ദ പർപ്പസ് ഓഫ് ബ്ലാക്ക് മാസ് ഈസ് ടു ഡീപ്രോഗ്രാം പീപ്പിൾ ഫ്രം ദ ഇൻഫ്ലുവൻസസ് ഓഫ് കാത്തലിക് ഫെയ്ത്ത് ആൻഡ് ക്രിസ്ത്യാനിറ്റി. കാത്തലിക് ഫെയ്ത്തിൽ നിന്നും ക്രിസ്ത്യൻ ഫെയ്ത്തിൽ നിന്നും ആളുകളെ മുഴുവൻ പിന്തിരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. സഹോദരങ്ങളെ, ഇത് വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടി നുണയുടെ പിതാവായ പിശാച് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് ടീനേജിൽപ്പെട്ടവർ, ഒരുപാട് യുവതി യുവാക്കൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് സമ്പത്ത് കിട്ടും, അവർക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ കിട്ടും, അവർക്ക് ഏത് വിധേനയും ബിഹേവ് ചെയ്യാം, എങ്ങനെയും മുന്നോട്ട് പോകാം. നമുക്ക് പ്രത്യേകിച്ചും ഈ കാലയളവിൽ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാവരും അമ്മ മറിയത്തോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യ യേശുവിനും ദിവ്യകാരുണ്യത്തിൻ്റെ നാഥയായ അമ്മ മറിയത്തിനും എതിരായി ഒരുക്കപ്പെടുന്ന ഇത്തരം കർമ്മ പദ്ധതികൾ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതിനായി, സാത്താനിക ചെയ്തികൾ ഉന്മൂലനം ചെയ്യപ്പെട്ട് ക്രിസ്തുവിൻ്റെ ഗ്ലോറി, ക്രിസ്തുവിൻ്റെ മഹത്വം വീണ്ടും മടങ്ങി വരേണ്ടതിനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി, പിശാച് ഒരുക്കുന്ന തന്ത്രം, അവൻ തെറ്റായ ഒരു ബോധ്യം, തെറ്റായ തന്നെത്തന്നെക്കുറിച്ചുള്ള ഒരു അറിവ് മനുഷ്യന് കൊടുക്കുകയാണ്. അന്ന് പുരാതന സർപ്പം ഹവ്വയോട് പറഞ്ഞു, നീ ഇത് പറിച്ച് തിന്നാൽ നീ മരിക്കുകയില്ല, നിന്റെ കണ്ണ് തുറക്കും, ഒപ്പം നീ ദൈവത്തെ പോലെയാകും. തെറ്റായ ഒരു സ്വയം ബോധമാണ് കൊടുക്കുന്നത്. ഒരിക്കലും മനുഷ്യൻ ദൈവത്തെ പോലെയാകില്ല. മനുഷ്യൻ മനുഷ്യനാണ്, ദൈവം ദൈവവുമാണ്. എന്നാൽ ഇത് തിന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെയാകും. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പന ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്നുള്ളതാണ്. എന്നാൽ ഇതുപോലെ തന്നെ പിശാചിനും ഒരു ബൈബിളുണ്ട്. പിശാചിനും 10 കൽപ്പനകളുണ്ട്. ഈ 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന ഇതാണ്: നീയാണ് നിന്റെ ദൈവം. ഒരിക്കൽ കൂടി ഞാൻ പറയാം. നമുക്ക് വിശുദ്ധമായ ഗ്രന്ഥമുണ്ട്. വിശുദ്ധ ബൈബിളിൽ
മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളുണ്ട്. ഒന്നാമത്തെ കൽപ്പന ഇതാണ്, ദർ ഷാൽ ബി നോ അതർ ഗോഡ് ബിഫോർ മീ. എനിക്ക് മുമ്പായി, എന്നേക്കാൾ അപ്പുറമായി മറ്റൊരു ദൈവം ഉണ്ടാകരുത്. പിശാചിന്, നിങ്ങൾ കമ്പ്യൂട്ടറുള്ളവർ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സേറ്റാനിക് ബൈബിളുണ്ട്. അതിൽ 10 കൽപ്പനകളുണ്ട്. ഒന്നാമത്തെ കൽപ്പന എങ്ങനെയാണ്? നീയാണ് നിൻ്റെ ദൈവം. യു ആർ യുവർ ഗോഡ്. നീയാണ് നിൻ്റെ ദൈവം. അപ്പോൾ നീ നിൻ്റെ ദൈവമാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? നിനക്ക് സകലതും നിശ്ചയിക്കാം. സൃഷ്ടി നിനക്ക് നിശ്ചയിക്കാം. കുഞ്ഞിനെ വളർത്തണമോ കൊല്ലണമോ, ജീവിപ്പിക്കണമോ നശിപ്പിക്കണമോ നിനക്ക് തീരുമാനിക്കാം. സ്ഥിതി നിനക്ക് നിശ്ചയിക്കാം. എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. സംഹാരവും നിനക്ക് തീരുമാനിക്കാം. ഒരു മനുഷ്യൻ പ്രായമായി ഉപയോഗമില്ലേ, അതിനെ കൊന്നുകളയണമോ ജീവിപ്പിക്കണമോ നിനക്ക് തീരുമാനിക്കാം. അങ്ങനെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തേണ്ട ദൈവം മനുഷ്യനായി മാറുന്നു എന്നുള്ള വലിയ ഒരു ചതിയും ഈ പിശാച് വഴിയായി, പിശാചിൻ്റെ വാക്കുകൾ വഴിയായി മനുഷ്യർ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിശാച് മനുഷ്യരുടെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ, നുണകൾ, അതുമൂലം സഭയ്ക്കെതിരെയും വിശുദ്ധ കുർബാനയ്ക്കെതിരെയും ദിവ്യകാരുണ്യത്തിൻ്റെ നാഥയായ അമ്മയ്ക്കെതിരെയും തിരിയുന്ന എല്ലാ ചെയ്തികളും ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് സകലരും കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ അവസരം ഒരുക്കണമേ എന്ന് ഏറെ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ മാനവകുലത്തിൻ്റെ മുഴുവൻ പ്രത്യാശയായ യേശു കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അവനിലാണ് പ്രത്യാശ അടങ്ങിയിരിക്കുന്നത്. അവനിലാണ് മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷ അടങ്ങിയിരിക്കുന്നത്. പിശാചിനെയും തിന്മയുടെ സ്വാധീനങ്ങളെയും തകർത്ത അതേ കർത്താവാണ് ദിവ്യകാരുണ്യ യേശുവായി നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുന്നത്. അവൻ്റെ കൈകളിൽ നമുക്ക് ജീവിതത്തെ കൊടുക്കാം. ഓ ദിവ്യകാരുണ്യ കർത്താവേ, സാത്താനിക ചെയ്തികളുടെ പിന്നാലെ അങ്ങേക്ക് ആരാധനയും സ്തുതിയും അർപ്പിക്കേണ്ടതിന് പകരമായി തിന്മയുടെ ദൂതന്മാരെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ വെച്ചു തരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ഇതാ കർത്താവിൻ്റെ മഹത്വം ജനതകളുടെ മേൽ വന്നിരിക്കുന്നു,
പ്രകാശത്തെ കീഴടക്കുവാൻ ഒരിക്കലും അന്ധകാരത്തിന് കഴിയുകയില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരത്തെ നശിപ്പിക്കാൻ കർത്താവായ പ്രകാശത്തിന് കഴിയും. അന്ധകാരമയമായ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ലോകത്തിൻ്റെ പ്രകാശമായ യേശു കർത്താവിന് കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഓ ദിവ്യകാരുണ്യ യേശുവേ, തിന്മയുടെ സ്വാധീനങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ അവിടുത്തെ സാന്നിധ്യം ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് അയക്കണമേ. സാത്താനിക ചെയ്തികളുടെ പിന്നാലെ പരക്കം പായുന്ന ദൈവമക്കളെ യേശു കർത്താവിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിനായി അങ്ങയുടെ വലിയ കാരുണ്യം വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവപ്പെട്ട ഫൗസ്റ്റീന എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ പോളണ്ടിന് വേണ്ടി നിലവിളിച്ചപ്പോൾ ഒരു രാജ്യം മുഴുവൻ യേശുവിലേക്ക് മടങ്ങി വന്നതുപോലെ തന്നെ ലോകം മുഴുവനിലുമുള്ള തിന്മയുടെ ദൂതന്മാരെ കർത്തൃകരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം എല്ലാവരും അനുഭവിച്ചറിയട്ടെ. ഈശോയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിയട്ടെ, മാതാപിതാക്കൾ അനുഭവിച്ചറിയട്ടെ, ദമ്പതിമാർ അനുഭവിച്ചറിയട്ടെ, വിശ്വാസമില്ലാത്ത ജനതകൾ അനുഭവിച്ചറിയട്ടെ, യേശുവെന്നുള്ള വാക്കുപോലും കേൾക്കാത്ത ദൈവമക്കൾ അനുഭവിച്ചറിയട്ടെ. ഓ അതേ കർത്താവേ, അങ്ങയുടെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധ്യനേ ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ആരാധ്യനേ ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. അതെ, കർത്താവ് മാത്രമാണ് സ്തുതിക്ക് യോഗ്യനായ ദൈവം. തിന്മയെയും സാത്താനിക ചെയ്തികളെയും ദൈവമായി ആരാധിക്കുന്ന ലോകത്തിലെ ഒരുപാട് ദൈവമക്കളെ ഈ സമയം കർത്താവെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ കാഴ്ചയായിട്ട് അർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി കൂടി പരിഹാരം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ യേശുവിനെ തകർത്തെറിഞ്ഞ് അത് അശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ദൈവമക്കളും ഒരിക്കൽ കൂടി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് മടങ്ങി വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ സ്വർഗത്തിലെ പിതാവേ, യേശുവിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഒരിക്കൽ കൂടി വെളിവാക്കണമേ. അവൻ വീണ്ടും വരുമെന്ന് വെളിവാക്കണമേ. അവനാണ് മഹോന്നതനായ ദൈവമെന്ന് വെളിവാക്കണമേ. അതെ, അവൻ്റെ മഹത്വവും അവൻ്റെ പരിശുദ്ധിയും ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവജനം മുഴുവൻ നിറയട്ടെ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങൾ നമുക്ക് അവനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തി കൊണ്ട് ജനതകൾ ഒരിക്കൽ കൂടി അവൻ്റെ മഹത്വം തിരിച്ചറിയേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, കർത്താവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധനെ ആരാധന, മഹോന്നതനായ യേശുവേ ആരാധന. ഓ നിന്റെ പരിശുദ്ധി കൊണ്ട് ജനതകൾ നിറയട്ടെ, നിന്റെ സാന്നിധ്യം കൊണ്ട് ജനതകൾ നിറയട്ടെ. നീയാണ് മഹോന്നതനായ ദൈവമെന്ന് ദൈവമക്കൾ എല്ലാവരും തിരിച്ചറിയട്ടെ പിതാവേ. ആരാധ്യനേ ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും
പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. യേശുവേ നീ മാത്രമേ.